അമേരിക്കയുടെ സാമ്പത്തിക ഉപരോധങ്ങൾക്ക് മുന്നിൽ മുട്ടുമടക്കില്ല എന്ന ഉറച്ച പ്രഖ്യാപനവുമായി ഇറാൻ തങ്ങളുടെ നിലപാട് കൂടുതൽ കർക്കശമാക്കിയിരിക്കുകയാണ്. രാജ്യത്തിന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന ഉപരോധങ്ങൾ അംഗീകരിക്കാനാകില്ല എന്നും തങ്ങളെ ശ്വാസം മുട്ടിക്കാൻ നോക്കിയാൽ ലോകത്തിന്റെ എണ്ണ വിതരണം തടസ്സപ്പെടുത്താൻ തെല്ലും മടിയുണ്ടാകില്ല എന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗികമായി ഇതാ വ്യക്തമാക്കിയിരിക്കുന്നു. അന്താരാഷ്ട്ര സമൂഹം അടിയന്തരമായി ഇടപെട്ട് ഉപരോധങ്ങൾ നീക്കിയിട്ടില്ല എങ്കിൽ ഹോർമുസ് കടലിടുക്ക് അനിശ്ചിത കാലത്തേക്ക് അടച്ചിടാനാണ് ഇറാന്റെ ഇപ്പോഴത്തെ തീരുമാനം. അമേരിക്കയ്ക്ക് മുന്നിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും ഇല്ലെന്ന് തന്നെയാണ് റെവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ ഇപ്പോഴത്തെ നിലപാട്. അമേരിക്കയോട് വിധേയപ്പെടാനോ അവരുടെ താളത്തിനൊത്ത് കരുക്കൾ നീക്കാനോ ഇറാനെ കിട്ടില്ല എന്ന കൃത്യമായ മുന്നറിയിപ്പാണ് ഇതിലൂടെ അവർ നൽകിയിരിക്കുന്നത്. വാഷിംഗ്ടണിന്റെ പ്രീണനത്തിനും സാമ്പത്തിക സഹായത്തിനും വഴങ്ങി നിൽക്കുന്ന രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഇറാനെ പെടുത്തരുത് എന്നും ടെഹ്റാൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആഗോള സാമ്പത്തിക മേഖലയുടെ ഗതിമാറ്റാൻ ശേഷിയുള്ള കരുത്താണ് ഇറാന്റേത്. ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും പണിമുടക്കുന്നതോടെ ലോകം ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് നീങ്ങുന്നത്. ഇറാന്റെ പരമാധികാരത്തെ വെല്ലുവിളിച്ച് ആര് കടന്നു വന്നാലും അവർ ഇറാന്റെ ആയുധങ്ങൾക്ക് ഇരയായിരിക്കുമെന്നും അമേരിക്കയെ മുട്ടുകുത്തിക്കാതെ തങ്ങൾക്ക് വിശ്രമമില്ല എന്നുമാണ് ഇറാന്റെ പോരാട്ട വീര്യം പ്രഖ്യാപിക്കുന്നത്. എന്താണ് പുതിയ വാർത്തയെന്ന് നമുക്ക് പരിശോധിക്കാം. ഒപ്പം ഇറാന്റെ ഈ തീരുമാനത്തെ നിങ്ങൾ എങ്ങനെ കാണുന്നു എന്ന് ഇപ്പോൾ തന്നെ കമന്റ് ചെയ്യുമല്ലോ. യുദ്ധം നമ്മുടെ ജീവിതത്തെ പോലും കാര്യമായി ബാധിച്ചിട്ടുണ്ട് അല്ലെ? ഇപ്പോൾ ഇറാനിലെ പ്രശ്നങ്ങൾ വന്നപ്പോൾ മാർച്ചിൽ തന്നെ മാർക്കറ്റ് നന്നായിട്ട് താഴെ പോയി. ഏപ്രിലിൽ കുറച്ച് റിക്കവർ ആയി, എന്നാൽ ഇപ്പോഴും പഴയ പോലെ എത്തിയിട്ടില്ല. അതുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പലർക്കും പേടിയുണ്ടാകും. ഇങ്ങനെ വോളറ്റൈൽ ആയ മാർക്കറ്റിലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് ലാഭം ഉണ്ടാക്കാൻ അവസരങ്ങളുണ്ട്. മാർക്കറ്റ് ഇടിഞ്ഞാലും വലിയ നഷ്ടം വരാത്ത സ്ട്രോങ് ആൻഡ് സ്റ്റേബിൾ ആയ ഇന്ത്യയിലെ ടോപ്പ് 50 കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാം. മാർക്കറ്റ് കയറുമ്പോൾ നമുക്ക് ലാഭം കിട്ടുകയും ചെയ്യും. അതിന് ലക്ഷക്കണക്കിന് രൂപയൊന്നും വേണ്ട. മാസം 2000 രൂപയിൽ തുടങ്ങുന്ന തുകകൾ മാറ്റിവെക്കുന്നുണ്ട് എങ്കിൽ ഇപ്പോൾ ബജാജ് ലൈഫിന്റെ നിഫ്റ്റി 500 ലോ വോളറ്റാലിറ്റി 50 ഇൻഡെക്സ് ഫണ്ട് എന്ന NFയിലൂടെ നമുക്ക് ഇത്തരം കമ്പനികളിൽ കൂട്ടത്തോടെ ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരു അവസരമുണ്ട്. അതും ഈ വരുന്ന ഏപ്രിൽ 30-ാം തീയതി വരെ. ഇനി വെറും 10 ദിവസം കൂടിയാണ് ബാക്കിയുള്ളത്. ലിങ്ക് ഞാൻ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അതിൽ പോയി കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ QR കോഡ് സ്കാൻ ചെയ്താലും മതി. അവിടെ മലയാളത്തിൽ തന്നെ ഫോണിലൂടെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ വീട്ടിലൊരു ഏജന്റ് വന്ന് കാര്യങ്ങൾ വിശദീകരിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യവും ഉണ്ട്. ഇതിന്റെ NAV 10 രൂപയാണ് വരുന്നത്. പിന്നെ ഈ NFOയുടെ ഇൻഡെക്സ് റിട്ടേൺ നോക്കിയാൽ കഴിഞ്ഞ 5-7 വർഷങ്ങളിൽ ഓരോ വർഷവും 20.4%, 19% ശരാശരി റിട്ടേൺ നൽകിയിട്ടുണ്ട്. ഇത് ബാങ്കിലൊക്കെ പണം ഇടുമ്പോൾ കിട്ടുന്ന 5-6% എത്രയോ കൂടുതലാണ്. നമ്മളെ കൊണ്ടാകുന്ന എത്ര വലിയ തുകയെ നമുക്ക് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. മാസം അടയ്ക്കുന്ന തുകയുടെ 120 ഇരട്ടി വരുന്ന ലൈഫ് കവർ കൂടി ലഭിക്കും. മാത്രവുമല്ല വർഷത്തിൽ 2.5 ലക്ഷം രൂപ വരെ നിക്ഷേപിച്ചാലും കിട്ടുന്ന ലാഭത്തിന് ടാക്സും ഉണ്ടായിരിക്കുകയില്ല. പ്രവാസികൾക്കൊക്കെ കഴിയുമെങ്കിൽ മാസം 18,000 രൂപയൊക്കെ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 2 കോടിയൊക്കെ റിട്ടേൺ കിട്ടാനുള്ള സാധ്യത അവിടെ കാണാവുന്നതാണ്. പിന്നെ ഇവിടെ 5 വർഷം ലോക്കിംഗ് പീരീഡ് ഉള്ളത് കൊണ്ട് അത്രയും കാലം തുടർച്ചയായി മാറ്റിവെക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്ന തുക തന്നെ തെരഞ്ഞെടുക്കുക. അപ്പോൾ ഏപ്രിൽ 30 വരെയാണ് NFOയുടെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. അപ്പോൾ മാർക്കറ്റിലെ ലെസ് വോളറ്റൈൽ ആയ, മാർക്കറ്റ് ഇടിഞ്ഞാലും വലിയ രീതിയിൽ നഷ്ടം സംഭവിക്കാത്ത ശക്തമായ സ്ഥിരതയാർന്ന കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്ത് ലാഭം ഉണ്ടാക്കാവുന്ന ഒരു അവസരത്തെ കുറിച്ചുകൂടി ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏപ്രിൽ 30 വരെയാണ് നിങ്ങൾക്ക് ആ NFOയിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കുക. ഇനി വെറും 10 ദിവസം കൂടിയാണ് ബാക്കിയുള്ളത്. ലിങ്ക് ഞാൻ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അതിൽ പോയി കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ QR കോഡ് സ്കാൻ ചെയ്താലും മതി. അപ്പോൾ ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ താല്പര്യമുണ്ട് എന്ന് തന്നെയായാലും കമന്റ് ബോക്സിൽ എഴുതുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും പരിഗണിക്കുമല്ലോ. തിരികെ വാർത്തയിലേക്ക് വരികയാണെങ്കിൽ, തങ്ങളുടെ തുറമുഖങ്ങൾക്ക് മേൽ ഏർപ്പെടുത്തിയ അന്താരാഷ്ട്ര ഉപരോധങ്ങൾ പൂർണ്ണമായും നീക്കാതെ ഹോർമുസ് കടലിടുക്ക് തുറന്നു നൽകില്ല എന്ന് ഇറാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ശനിയാഴ്ച രാത്രി വൈകി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് ആണ് ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. ഇറാന്റെ പരമാധികാരത്തെ വെല്ലുവിളിക്കുന്ന നീക്കങ്ങളായിട്ട് മുന്നോട്ട് പോകുന്ന ശക്തികൾക്ക് കനത്ത തിരിച്ചടി നൽകുമെന്ന മുന്നറിയിപ്പോടെ തന്നെയാണ് കടലിടുക്ക് അടച്ചിടാൻ ഇവർ തീരുമാനിച്ചിട്ടുള്ളത്. മാത്രവുമല്ല കടലിടുക്കിലൂടെ സഞ്ചരിക്കാൻ ശ്രമിക്കുന്ന കപ്പലുകളെ ശത്രുപക്ഷത്തുള്ളവരായി കണക്കാക്കുമെന്നും സൈനിക നടപടി നേരിടേണ്ടി വരുമെന്നും ഇറാൻ ഇതിനോടകം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. മാത്രവുമല്ല പല ചരക്ക് കപ്പലുകൾക്ക് നേരെ വെടിവെപ്പ് ഉണ്ടായതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. ഇറാനിയൻ തീരസംരക്ഷണ സേന മേഖലയിൽ പെട്രോളിംഗ് ശക്തമാക്കുകയും വിദേശ കപ്പലുകളുടെ സഞ്ചാരം തടസ്സപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ് നിലവിലെ സാഹചര്യത്തിൽ.
ഇതോടെ പശ്ചിമേഷ്യയിൽ യുദ്ധസമാനമായ ഒരു അന്തരീക്ഷം തന്നെയാണ് നിലനിൽക്കുന്നത്. യുദ്ധം അവസാന ഘട്ടത്തിലേക്ക് കടന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട് എങ്കിലും ഇപ്പോഴതല്ല അവസ്ഥ എന്നതാണ് ഇത്തരം റിപ്പോർട്ടുകൾ നമ്മളോട് പറയുന്നത്. എന്തായാലും ലോകത്തിലെ മൊത്തം എണ്ണ വിതരണത്തിന്റെ ഏകദേശം 20% കടന്നു പോകുന്ന അതീവ തന്ത്രപ്രധാനമായ പാതയാണ് ഹോർമുസ് കടലിടുക്ക് എന്ന കാര്യം നമുക്ക് അറിയാവുന്നതാണ്. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കുവൈറ്റ്, ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണക്കപ്പലുകൾ ഈ വഴിയിലൂടെയാണ് അന്താരാഷ്ട്ര വിപണിയിലേക്ക് എത്തുന്നത്. എണ്ണവില കുതിച്ചുയരാൻ സാധ്യതയുണ്ട് എന്ന് സാമ്പത്തിക വിദഗ്ധരും മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. ഇത് പല രാജ്യങ്ങളിലും വൻ വിലക്കയറ്റത്തിനും അതുപോലെ സാമ്പത്തിക മാന്ദ്യത്തിനും കാരണമായേക്കാം. അതായത് ഹോർമുസിൽ ഉണ്ടാകുന്ന ഈ പ്രശ്നങ്ങൾ ആഗോള സാമ്പത്തിക ഘടനയെ തന്നെയാണ് ബാധിക്കുന്നത്. ഇറാനെ സാമ്പത്തികമായി ഒറ്റപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ഉപരോധങ്ങൾ കടുപ്പിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഇറാന്റെ ഈ നീക്കം വലിയ വെല്ലുവിളി തന്നെയാണ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. ഉപരോധം കൊണ്ട് ഇറാനെ തളർത്താമെന്ന അമേരിക്കൻ കണക്കുകൂട്ടലുകൾ തെറ്റിയെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഈ വിഷയത്തെ വിലയിരുത്തിയിരിക്കുന്നത്. സ്വന്തം രാജ്യത്തിന്റെ സാമ്പത്തിക സുരക്ഷയെ ബാധിക്കുമെന്ന് അറിഞ്ഞിട്ടും പാശ്ചാത്യ ശക്തികൾക്ക് മുന്നിൽ മുട്ടുമടക്കില്ല എന്ന ഇറാന്റെ നിശ്ചയദാർഢ്യം ലോകരാഷ്ട്രങ്ങളെ ഒന്നാകെ തന്നെ ഞെട്ടിച്ചിട്ടുണ്ട്. രാജ്യത്തിന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന ഉപരോധങ്ങൾ അംഗീകരിക്കാനാവില്ല എന്നും തങ്ങളെ ശ്വാസം മുട്ടിക്കാൻ നോക്കുകയാണെങ്കിൽ ലോകത്തെ എണ്ണ വിതരണം തടസ്സപ്പെടുത്താൻ തങ്ങൾക്ക് ഒരു മടിയും ഉണ്ടാകില്ല എന്നുമാണ് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുള്ളത്. അന്താരാഷ്ട്ര സമൂഹം എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ ഇടപെട്ട് ഉപരോധങ്ങൾ നീക്കിയിട്ടില്ല എങ്കിൽ കടലിടുക്ക് അനിശ്ചിതകാലത്തേക്ക് അടച്ചിടാൻ തന്നെയാണ് ഇറാന്റെ ഇപ്പോഴത്തെ തീരുമാനം. ഇറാന്റെ ഈ പ്രതിരോധം കേവലം ഒരു സൈനിക നീക്കമല്ല എന്നും മറിച്ച് തങ്ങളുടെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റത്തിനുള്ള കൃത്യമായ മറുപടിയാണ് എന്നും അവർ കൃത്യമായിട്ട് തന്നെ പറയപ്പെടുന്നുണ്ട്. മറ്റുള്ള കടന്നുകയറ്റത്തിനുള്ള മറുപടിയാണ് എന്നും അവർ അവകാശപ്പെടുന്നു. വരും ദിവസങ്ങളിൽ അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും പ്രതികരണം എന്തായിരിക്കും എന്നതിനെ ഉറ്റുനോക്കുകയാണ് ഈ അവസരത്തിൽ ലോകം. ഒരു കാര്യം വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അതായത് ഹോർമുസ് കടലിടുക്കിലെ പുതിയ സംഭവവികാസങ്ങൾ കേവലം ഒരു പ്രാദേശിക സംഘർഷമല്ല, മറിച്ച് ആഗോള രാഷ്ട്രീയത്തിലും സാമ്പത്തിക ഭൂപടത്തിലും വൻ ചലനങ്ങൾ സൃഷ്ടിക്കാൻ ശേഷിയുള്ള ഒരു വലിയ പ്രതിസന്ധിയായിട്ട് ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് രാജ്യങ്ങളിലേക്ക് എണ്ണ പോകുന്ന സ്ഥലമാണത്. ലോകത്തെ മൊത്തം എണ്ണ വിതരണത്തിന്റെ ഏകദേശം 20% കടന്നു പോകുന്നത് അതീവ തന്ത്രപ്രധാനമായ ഇതേ ഹോർമുസ് കടലിടുക്കിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഈ പാത അടച്ചിടുന്നത് ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരാനും വൻ സാമ്പത്തിക തകർച്ചയ്ക്കും വഴിവെക്കുമെന്ന കാര്യവും ഉറപ്പാണ്. ഇറാനെ സാമ്പത്തികമായി ഞെരുക്കി വരുതിയിലാക്കാമെന്ന കണക്ക് കൂട്ടിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഇറാന്റെ ഈ പ്രത്യാക്രമണം വലിയൊരു രാഷ്ട്രീയ വെല്ലുവിളിയായി മാറിയിട്ടുണ്ട്. അതായത് അമേരിക്കൻ ജനത വരെ ട്രംപിനെ കുറ്റപ്പെടുത്തുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി. ഉപരോധങ്ങൾ കൊണ്ട് ഒരു രാജ്യത്തിന്റെ നട്ടലൊടിക്കാമെന്ന് കരുതിയ പാശ്ചാത്യ ശക്തികൾക്ക് തങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കാൻ ഏതറ്റം വരെ പോകാനും മടിക്കില്ല എന്ന ശക്തമായ സന്ദേശം തന്നെയാണ് ഇറാൻ ഇതിനോടകം തന്നെ നൽകിയിട്ടുള്ളത്. സ്വന്തം രാജ്യത്തിന്റെ സാമ്പത്തിക സുരക്ഷ പോലും പണയപ്പെടുത്തിക്കൊണ്ട് ഇറാൻ നടത്തുന്ന ഈ പ്രതിരോധം ലോകശക്തികൾക്ക് മുന്നിൽ മുട്ടുമടക്കില്ല എന്ന അവരുടെ നിശ്ചയദാർഢ്യത്തിന്റെ അടയാളമായിട്ട് തന്നെയാണ് ലോകം ഇതിനോടകം തന്നെ വിലയിരുത്തിയിട്ടുള്ളത്. എന്തായാലും IRGC രംഗത്തെത്തിയതോടെ കടലിടുക്കിലെ സാഹചര്യം യുദ്ധസമാനമായി മാറിയിട്ടുണ്ട് എന്ന കാര്യം നിസ്സംശയം നമുക്ക് പറയാവുന്നതാണ്. അത്യാധുനിക മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ഏത് നിമിഷവും കപ്പലുകളെ ലക്ഷ്യം വെക്കാൻ ഇറാൻ സജ്ജമാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സമാധാനം ആഗ്രഹിക്കുന്ന ജനതയ്ക്ക് മുമ്പിലേക്കാണ് ഈ വാർത്ത വരുന്നത്. അന്താരാഷ്ട്ര നിയമങ്ങളെക്കാൾ ഉപരിയായി സ്വന്തം രാജ്യത്തിന്റെ നിലനിൽപ്പിനാണ് മുൻഗണന എന്ന് ഇറാൻ ഇതിലൂടെ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങൾ ഏർപ്പെടുത്തിയ ഉപരോധം രാജ്യത്തെ ജനജീവിതത്തെ സാരമായി ബാധിക്കുന്നുണ്ട് എങ്കിലും ദേശീയ അഭിമാനത്തിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാനാകില്ല എന്ന് തന്നെയാണ് ഇറാന്റെ നിലപാട്. എന്തായാലും ഇതിനെ തുടർന്ന് വരും ദിവസങ്ങളിൽ അമേരിക്കയുടെ സഖ്യകക്ഷിയുടെയും നീക്കങ്ങൾ എന്തായിരിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും ലോകത്തിന്റെ സാമ്പത്തിക ഭാവിയും അവിടുത്തെ സമാധാനവും. എന്തായാലും ഇറാന്റെ ഈ കർക്കശ നിലപാട് മാറ്റമില്ലാതെ തുടരുകയാണ് എങ്കിൽ അത് മേഖലയിൽ വലിയൊരു സൈനിക നീക്കത്തിന് തന്നെ കാരണമായേക്കാം. പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങൾ ഇടപെട്ട് ചെറിയൊരു പ്രശ്ന പരിഹാരത്തിന് ശ്രമിക്കുന്നുണ്ട് എങ്കിലും ഇങ്ങനെയാണ് കാര്യങ്ങളെങ്കിൽ യുദ്ധം നീണ്ടുപോയേക്കാം. പശ്ചിമേഷ്യ വീണ്ടും ഒരു വലിയ പോരാട്ട ഭൂമിയായി മാറാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല എന്ന് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നു. ഒരു പരമാധികാര രാഷ്ട്രത്തെ അടിച്ചമർത്താൻ നോക്കിയാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ എത്രത്തോളം ഭീകരമായിരിക്കുമെന്നതിന്റെ ഉദാഹരണമായി ഈ പ്രതിസന്ധി മാറിയിരിക്കുന്നു എന്നത് കൃത്യമായിട്ട് നമുക്ക് വിലയിരുത്താവുന്നതാണ്. യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിക്കുക തന്നെയാണ് വേണ്ടത്. പക്ഷെ ഇങ്ങനെയാണ് കാര്യങ്ങളെങ്കിൽ നമുക്കത് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ ഇറാൻ പ്രശ്നം അതുപോലെ അവസാനിക്കാത്ത സംഘർഷങ്ങൾ നിലനിൽക്കുമ്പോൾ അപ്പോൾ മാർക്കറ്റിലെ ലെസ് വോളറ്റൈൽ ആയ, മാർക്കറ്റ് ഇടിഞ്ഞാലും വലിയ രീതിയിൽ നഷ്ടം സംഭവിക്കാത്ത ശക്തമായ സ്ഥിരതയാർന്ന കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്ത് ലാഭം ഉണ്ടാക്കാവുന്ന ഒരു അവസരത്തെ കുറിച്ചുകൂടി ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏപ്രിൽ 30 വരെയാണ് നിങ്ങൾക്ക് ആ NFOയിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കുക. ഇനി വെറും 10 ദിവസം കൂടിയാണ് ബാക്കിയുള്ളത്. ലിങ്ക് ഞാൻ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അതിൽ പോയി കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ QR കോഡ് സ്കാൻ ചെയ്താലും മതി. അപ്പോൾ ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ താല്പര്യമുണ്ട് എന്ന് തന്നെയായാലും കമന്റ് ബോക്സിൽ എഴുതുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും പരിഗണിക്കുമല്ലോ.